ഈ ക്ലാസ്സിൽ പൈത്തൺ ലാംഗ്വേജിൽ മ്യൂട്ടബിൾ ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്ട്സ് ഉണ്ട്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. പൈത്തൺ ലാംഗ്വേജിൽ രണ്ട് തരം ഒബ്ജക്ട്സ് ആണുള്ളത്. ഒന്ന് മ്യൂട്ടബിൾ, രണ്ട് ഇമ്മ്യൂട്ടബിൾ. ഒരു ഒബ്ജക്റ്റ് ഇൻസ്റ്റൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ അതിന് ഒരു യുണീക്ക് ഒബ്ജക്റ്റ് ഐഡി ഉണ്ടാകും. റൺ ടൈമിലാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. അത് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് അത് റൺ ടൈമിലാണ് ഡിഫൈൻ ചെയ്യുന്നത്, അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ മ്യൂട്ടബിൾ ഒബ്ജക്ട്സ് എന്ന് പറയും. ഇപ്പം മ്യൂട്ടബിൾ ഒബ്ജക്ട്സിന് ചേഞ്ച് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ്സോ കണ്ടൻസോ. അതേസമയം ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്ട്സിന് അതിന് സ്റ്റേറ്റോ കണ്ടൻറ്റോ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അടുത്തതായി ഏതൊക്കെയാണ് പൈത്തൺ ലാംഗ്വേജിൽ ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്ട്സ് എന്ന് നോക്കാം. ഇതിൽ കുറേ എണ്ണം ബിൽഡ് ഇൻ ടൈപ്സ് തന്നെയാണ്. ഒന്നാമത്തത് ഇൻറ്റ്, രണ്ടാമത്തത് ഫ്ലോട്ട്, ബൂളിയൻ, സ്ട്രിങ്, യൂണിക്കോഡ്, ടുപ്പിൾ. അപ്പോൾ ഈ ഒബ്ജക്ട്സിനെ ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിൽ ടുപ്പിളിൻ്റെ കേസ് നോക്കാം. ടുപ്പിൾ 1 = 0 1 2 3. ടുപ്പിൾ 1 of 0 ആദ്യത്തെ ഐറ്റമാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നത്. കണ്ടൻസിന് ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണ്. പ്രിന്റ് ടുപ്പിൾ 1 കൊടുത്താൽ എന്ത് സംഭവിക്കും? എറർ കാണിക്കും. എന്തുകൊണ്ടാണ് എറർ കാണിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് എ ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്റ്റ്. നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എറർ കാണിക്കുന്നത്. ചില ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്ട്സ് ബിഹേവ് ചെയ്യുന്നത് മ്യൂട്ടബിൾ ഒബ്ജക്ട്സ് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ടുപ്പിളിൽ നമുക്ക് ആ സംശയം തോന്നില്ല, സ്ട്രിങ് എടുക്കുമ്പോൾ നമുക്ക് സംശയം തോന്നില്ല. പക്ഷേ ഇൻറ്റിജർ, ഫ്ലോട്ട്, ബൂളിയൻ എല്ലാം എടുക്കുമ്പോൾ ചില സംശയം തോന്നും. കാരണം അതിൻ്റെ കണ്ടന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷേ ആക്ച്വലി ഒബ്ജക്ട്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ. നമുക്ക് നോക്കാം. അടുത്തത് സ്ട്രിങ് ആണ്. മെസ്സേജ് ഈക്വൽ ടു വെൽക്കം ടു എസ്എൻ കോളേജ് എന്നൊരു സ്ട്രിങ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം സ്ട്രിങ്ങും ഒരു ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കണ്ടന്റ് W എന്നുള്ളത് നമ്മൾ മാറ്റാൻ ശ്രമിക്കുകയാണ്. മെസ്സേജ് 0 കണ്ടന്റിലുള്ളത്, ഇൻഡെക്സിലുള്ളത് P ആക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത്തെ വരിയിൽ മെസ്സേജ് 0 = P. അത് ചെയ്യുമ്പോൾ തന്നെ അവിടെ എറർ കാണിക്കും, കാരണം നമുക്കൊരിക്കലും അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്ട്സിൻ്റെ കണ്ടന്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഇൻറ്റിജർ, ഫ്ലോട്ട്, ബൂളിയൻ എടുക്കുകയാണെങ്കിൽ മറ്റൊരു തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക. അതും ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്ട്സ് ആണ്. ഇനി നമുക്ക് മ്യൂട്ടബിൾ ഒബ്ജക്ട്സ് നോക്കാം. സാധാരണ പൈത്തണിനകത്ത് 3 മ്യൂട്ടബിൾ ഒബ്ജക്ട്സ് ആണ് ഉള്ളത്. ഒന്ന് ലിസ്റ്റ്, 2 ഡിക്ഷണറി, സെറ്റ്. അപ്പോൾ നമുക്കറിയാം ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. എക്സാമ്പിളിൽ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റെഡ്, ബ്ലൂ, ഗ്രീൻ 3 ഐറ്റംസ്. അത് പ്രിൻ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നു. ആദ്യം പിങ്കിലോട്ട് ചേഞ്ച് ചെയ്യുന്നു, പിന്നീട് ഓറഞ്ചിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ -1 ആണ്, അതുകൊണ്ട് ഗ്രീൻ പോയിട്ടാണ് അവിടെയാണ് ഓറഞ്ച് വരുന്നത്. അപ്പോൾ റെഡ് മാറി പിങ്ക് വന്നു, ഗ്രീൻ മാറി ഓറഞ്ച് വന്നു. ഒന്ന് 0th ഐറ്റം, മറ്റേത് -1th ഐറ്റം. പ്രിൻ്റ് ചെയ്യുന്നു പിങ്ക്, ബ്ലൂ, ഓറഞ്ച്. അപ്പോൾ ഇങ്ങനെയാണ് മ്യൂട്ടബിൾ ഒബ്ജക്ട്സ് വർക്ക് ചെയ്യുന്നത്. അതിനെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി ഇതെങ്ങനെയാണ് മെമ്മറിയിൽ വർക്ക് ചെയ്യുന്നത് നോക്കാം. കാരണം മ്യൂട്ടബിൾ ഒബ്ജക്ട്സിന് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. എന്നാൽ ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്ട്സ് എടുക്കുമ്പോൾ നമുക്ക് ചെറിയ സംശയം വരും. പ്രത്യേകിച്ച് INT, ഫ്ലോട്ട് എല്ലാം എടുക്കുമ്പോൾ ചെറിയ സംശയം വരും. അതുകൊണ്ട് അതെങ്ങനെയാണ് മെമ്മറിയിൽ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇനി നമുക്ക് വളരെ കൃത്യമായി മെമ്മറി കൂടി ചെക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ
മ്യൂട്ടബിൾ ഒബ്ജക്ട്സും ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്ട്സും എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷൻ്റെ ഐ ഡി നമ്മൾക്ക് കിട്ടാനായി പൈത്തണിൽ ഐ ഡി എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഐ ഡി ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ നമുക്കൊരു ഡാറ്റ ടൈപ്പിൻ്റെ നമുക്ക് മെമ്മറി ലൊക്കേഷൻ കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂട്ടബിളും ഇമ്മ്യൂട്ടബിളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകും. ഇതിൻ്റെ ആദ്യത്തെ വരിയിൽ a = 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ a എന്നൊരു ലൊക്കേഷൻ അവിടെ ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനൊരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എക്സാമ്പിളിൽ ഇപ്പോൾ 10105088 എന്നാണ് ആദ്യത്തെ a = 1 എന്നുള്ളതിൻ്റെ ഒരു മെമ്മറി ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് രണ്ടാമത്തെ ലൈൻ അതിനെ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റിസൾട്ട് അവിടെ ഔട്ട്പുട്ടിനകത്ത് കാണാൻ കഴിയും 10105088. മൂന്നാമത്തെ വരിയിൽ a = 2 എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റിജറാണ്, നേരത്തെ പറഞ്ഞു നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മൂന്നാമത്തെ വരിയിൽ a = 2 കൊടുക്കുമ്പോൾ അവിടെ 1 എന്നുള്ള മെമ്മറി ലൊക്കേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ നടക്കുന്നത് ഇതാണ്, വേറൊരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് അവിടെ 2 എന്നൊരു വാല്യൂ സെൻഡ് ചെയ്യുകയും a അങ്ങോട്ട് പോയിന്റ് ചെയ്യുകയും ചെയ്യുകയാണ് സംഭവിക്കുന്നത്. അതായത് 1 എന്നുള്ള വാല്യൂ അപ്പോഴും വേറൊരു മെമ്മറി ലൊക്കേഷനിൽ അപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകും. ഇതാണ് ഈ മ്യൂട്ടബിളും ഇമ്മ്യൂട്ടബിളിൻ്റെയും മെമ്മറി ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടായാൽ മറ്റ് എല്ലാം വളരെ ക്ലിയർ ആണ്. ഇനി നമുക്കത് കഴിഞ്ഞ് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അവിടെയും ഇമ്മ്യൂട്ടബിളും മ്യൂട്ടബിളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കൂടി അവിടെ മനസ്സിലാകും. എട്ടാമത്തെ വരിയിൽ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. a = മിൽക്ക് എക്സ്, 2 ഐറ്റംസ് ഉണ്ട്. അതിനുശേഷം അതിൻ്റെ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ലൊക്കേഷൻ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ മൂന്നാമതായിട്ടൊരു ലൊക്കേഷൻ അവിടെ പ്രിൻ്റ് ചെയ്ത് കാണാൻ കഴിയും. അതിൻ്റെ അവസാനം 43144 എന്നാണ് മൂന്നാമത്തെ ഔട്ട്പുട്ടായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും a = മിൽക്ക് എക്സ് ബ്രെഡ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഐറ്റം, അതിൻ്റെ ലിസ്റ്റ്, അതിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഐ ഡി അവിടെ മെമ്മറി ലൊക്കേഷൻ അവിടെ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം അത് ഡിഫറൻ്റ് ആണ്. ഇവിടെ ലിസ്റ്റ് മ്യൂട്ടബിൾ അത് ഇമ്മ്യൂട്ടബിൾ പോലെ തന്നെ വർക്ക് ചെയ്യുന്നു. നമുക്കറിയാം ലിസ്റ്റും ഡിക്ഷണറിയും സെറ്റും മ്യൂട്ടബിൾ ആണ്. പക്ഷേ നമുക്ക് ഈ ഔട്ട്പുട്ട് കണ്ടാൽ സംശയം വരും. ഇവിടെ 144 ആണ്, പക്ഷെ ഇത് വേറൊരു ലൊക്കേഷനിലാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്മ്യൂട്ടബിൾ പോലെ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് പുതിയൊരു ലിസ്റ്റായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പുതിയൊരു ലിസ്റ്റുമായിട്ട് ക്രിയേറ്റ് ചെയ്താൽ അത് ഡിഫറെൻറ്റ് മെമ്മർ യുണീക്ക് ആയിട്ട് ഐ ഡി ആയിട്ട് വേറൊരു മെമ്മറി ലൊക്കേഷനാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവിടെ ബിഹേവിയർ മ്യൂട്ടബിളും ഇമ്മ്യൂട്ടബിളും തമ്മിൽ ഡിഫറൻസ് ആയി. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന് വീണ്ടും ഒരു ഐറ്റം ആഡ് ചെയ്യണമെങ്കിൽ നമ്മളതിൻ്റെ അപ്പെൻഡ് എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കതാണ് 14, 15, 16 വരികൾ ചെയ്യുന്നത്. ആദ്യം ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം അപ്പെൻഡ് ഉപയോഗിച്ചുകൊണ്ട് അടുത്തൊരു ഐറ്റം, മൂന്നാമതൊരു ഐറ്റം ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് രണ്ടും ഒരേ മെമ്മറി ലൊക്കേഷനാണ്, ഒരു ഒബ്ജക്റ്റാണ് അവിടെ ഉള്ളത്. അതാണ് റൈറ്റ് സൈഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. a എന്ന് പറയുന്നത് ഇവിടെ മിൽക്ക് എക്സ് ആണ്. അത് മിൽക്ക് എക്സ് ബ്രെഡ് ആയിട്ട് ഇവിടെ അപ്പെൻഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് മൂന്നും ഒരേ മെമ്മറി തന്നെയാണ്, ഒരേ ലൊക്കേഷൻ തന്നെയാണ്. എൻ്റെ രണ്ടും ഐ ഡിയും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മെമ്മറി ലൊക്കേഷനും അല്ലെങ്കിൽ മ്യൂട്ടബിളും ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്. ചിലപ്പോൾ മ്യൂട്ടബിൾ അത് ഇമ്മ്യൂട്ടബിൾ പോലെ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രം നമ്മൾ അതിൻ്റെ കോഡിങ് കൊടുക്കണം. കാരണം കോഡിങ്ങിനനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്.
ഇനി നമുക്കതിൻ്റെ ഡിഫറൻസ് നോക്കാം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മെമ്മറിയിൽ നിന്നും ആക്സസ് ചെയ്യുന്നതെന്നും കൂടി നോക്കാം. ഇപ്പം മ്യൂട്ടബിൾ ഒബ്ജക്ട്സും ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്ട്സും രണ്ട് രീതിയിലാണ് പൈത്തണിൽ കൈകാര്യം ചെയ്യുന്നത്. ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്ട്സ് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ കഴിയുന്നു, ആക്സസിങ് സ്പീഡ് കൂടുതലാണ്. പക്ഷെ ഓരോ തവണയും നമ്മൾ പുതിയ പുതിയ കോപ്പി ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് എക്സ്പെൻസീവ് ആണ്. മ്യൂട്ടബിൾ ഒബ്ജക്ട്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. രണ്ടാമതായി കണ്ടന്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രം മ്യൂട്ടബിൾ ഒബ്ജക്ട്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്ട്സ് ഉപയോഗിക്കുക. അപ്പോൾ ഓരോ തവണയും ആ സാഹചര്യം നോക്കിയിട്ട് മാത്രം ഇത് ഉപയോഗിക്കുക. ഒന്നാമതായി ചില എക്സെപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ട്യൂപ്പിൾ എന്നൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. സാധാരണ അത് ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞു. എന്നാൽ ട്യൂപ്പിളിൽ നമുക്കറിയാം പല കണ്ടൻസ് നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ ട്യൂപ്പിളിനകത്ത് തന്നെ രണ്ട് തരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. 3, 4, 5 ഉണ്ട്, ഒരു സ്ട്രിങ്ങും മൈ നെയിമും ഉണ്ട്. അപ്പോൾ ലിസ്റ്റും സ്ട്രിങ്ങും ഒരേ ലിസ്റ്റിന് ട്യൂപ്പിളിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ സ്ട്രിങ്സ് ഇമ്മ്യൂട്ടബിൾ ആണ്, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക്. പക്ഷേ ലിസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. പക്ഷെ ട്യൂപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അത് മ്യൂട്ടബിൾ അല്ല. അപ്പോൾ മ്യൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റംസ് അതിനകത്തുണ്ട്, പക്ഷേ ട്യൂപ്പിൾ മ്യൂട്ടബിൾ അല്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അത് അതിൻ്റെ റൂൾസിന് എതിരാവുകയാണ് അവിടെ ചെയ്യുന്നത്. കാരണം മ്യൂട്ടബിൾ ആയിട്ടുള്ള ലിസ്റ്റ് അവിടെ ഇമ്മ്യൂട്ടബിൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചില കോൺട്രഡിക്ഷൻസ് ഉണ്ട് മ്യൂട്ടബിളും ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്ട്സും കൈകാര്യം ചെയ്യുമ്പോൾ. അതിനൊരു എക്സെപ്ഷനായിട്ട് കരുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്ട്സും ബന്ധപ്പെട്ട് പൈത്തൺ ലാംഗ്വേജിൽ പറയാനുള്ളത്.